ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നാളെ റൊമേനിയക്ക് പോവാണ്. ആൻഡ് എനിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. ഇപ്പൊ നല്ല തണുപ്പൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാലില്ലേ 2-3 സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. ഹോഫർ, ലിഡിൽ, മെർക്കാറ്റർ അങ്ങനെയൊക്കെ. അപ്പൊ ഞാനിപ്പോ മെർക്കാറ്ററിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ഇത് കണ്ടില്ല, നല്ല അടിപൊളി സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. കാരണം ഇവിടെ ഇപ്പൊ ഒരു വൈകുന്നേരം രാത്രിയായി 8 മണിയൊക്കെ ആയി. നല്ലൊരു പള്ളിയുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ ചെറിയൊരു മൈതാനം. ഇവിടെ സാധാരണ എന്താണ് മാനയൊക്കെ കാണാറുണ്ട്, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. വലിയൊരു മെർക്കാറ്ററാണിത്. അപ്പൊ അവിടേക്കാണ് ഞാനിപ്പോ സാധനം മേടിക്കാൻ പോകുന്നത്. ഞാൻ താമസിക്കുന്ന ഈ വീടിന്റെ അടുത്ത് തന്നെയാണ്. ഞാൻ പണ്ട് ഇടയ്ക്ക് വന്ന് ഐസ്ക്രീം കഴിക്കുന്ന ഒരു ഷോപ്പായിരുന്നു അത്. പക്ഷെ ഇപ്പൊ ഐസ്ക്രീം നിർത്തിയത് കൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരാറില്ല. ഞാനിപ്പോ മെർക്കാറ്ററിലേക്ക് കയറുവാണ്. ഒരു ബാസ്ക്കറ്റ് എടുത്തു. ഇത് കണ്ടിട്ട് കിഡ്സിന് വേണ്ടിയുള്ള ബാസ്ക്കറ്റ് ആണ്. അപ്പൊ അവരെ കാണാതിരിക്കുവാണെങ്കിലേ അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണിത്. മേളില് ഗൈസ്, ആദ്യം തന്നെ ഞാനൊരു പഴം മേടിക്കാനാണ് വന്നത്. കണ്ടില്ല. അപ്പൊ ഞാൻ എനിക്ക് ട്രാവൽ ചെയ്യാൻ 2-3 പഴം മതി. ഇവിടെ കണ്ടോ ഫ്രൂട്ട്സിനൊക്കെ ഇങ്ങനെ നമ്പർ ഉണ്ട്. അപ്പം അതില് നമ്മുടെ എമൗണ്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പഴം ഒരു കൂട്ടി വെച്ചിട്ടെ, ഇവിടെ നമ്മൾ വെയിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമ്മൾ അതിന് നമ്പർ അടിച്ചിട്ടാണ് സ്റ്റിക്കർ ഒട്ടിക്കുക. ഇതിൻ്റെ സ്റ്റിക്കർ അങ്ങനെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സപ്ലിമെൻറ്റ്സിൻ്റെ ഏരിയ വന്ന് നോക്കുമായിരുന്നു. ബിക്കോസ് ഇത് നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. എന്തെങ്കിലും മേടിക്കണമെന്ന് ഞാനൊരു ഒമേഗ 3 എടുക്കുവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പം വിദേശത്തൊക്കെ ഉള്ളപ്പോഴേ നമുക്ക് സപ്ലിമെന്റ്സ് വളരെ ആവശ്യമാണ് നമ്മുടെ ഹെൽത്തിന്. ബിക്കോസ് നമ്മുടെ കേരളത്തിലെ പോലത്തെ ഫുഡും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടൂല. അപ്പോൾ ഈ ഒമേഗ 3 കഴിക്കുമ്പോൾ നമുക്ക് ഫിഷ് ഓയിലും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇത് മേടിച്ച് കഴിക്കാറുള്ളത്. ഫസ്റ്റ് ഞാൻ മേടിക്കാൻ വന്നത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ മറ്റേ വീറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് സീഡ്സ് ഉള്ള ബ്രെഡാണ് സാധാരണ ഞാൻ മേടിക്കാറ്. അപ്പം ഞാൻ ഈ സീഡ്സ് ഉള്ള ഈ ടോസ്റ്റ് സെമിനിയാണ് എടുക്കുന്നത്. നിങ്ങളൊരു കാര്യം കാണിക്കാന്ന് വിചാരിച്ചു. കണ്ടോ, ഇത് പന്നീന്റെ കാലാണ്. കണ്ടില്ലേ? ഇതിന് 25,000-30,000 ഒക്കെ വിലയുണ്ട്. ഈ കാലെന്ന് പറഞ്ഞാലേ ഇത് കുക്ക് ചെയ്യാതെ വെയിലത്തിട്ട് ഉണക്കി എടുക്കുന്ന ഒരു കാലുകളാണിത്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും റേറ്റ്. ഇത് സെർവ് ചെയ്യുന്ന കണ്ടല്ലോ ഇങ്ങനെ സ്ലൈസ് ആയിട്ടാണ്. ആൻഡ് ഓൾറെഡി ഇത് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന അവര് സ്ലൈസ്. ഈ ഭരണിയിലുള്ളതേ നെയ്യാണ്. പിന്നെ ഇതുണ്ട് കാടമുട്ട, അതേപോലെ ബട്ടറുണ്ട് ഹോം മെയ്ഡ്. ഇതാണ് ഞാൻ സാധാരണ മേടിക്കാറ്. പിന്നെ ഓയിലുണ്ട്, പിന്നെ ഓരോ സംഭവങ്ങളുണ്ട് ഇതിലെ കൂടെ. ഇനി ഇതാണ് നമ്മുടെ മീനിന്റെ ഒക്കെ സെക്ഷനാണിത്. ഇവിടെ മീനിന്റെ മുട്ടയുണ്ട്, കണ്ടോ, കാവിയർ. പിന്നെ ഈ വിശാലമായ വഴി കൂടെ നമ്മൾ സാധനങ്ങൾ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മീനൊക്കെ ഇല്ലേ പച്ചക്ക് കിട്ടുന്ന വളരെ കുറവാണ്. നമ്മളിങ്ങനെ പാക്കറ്റിലാക്കിയ ഫിഷും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടാറ്. പച്ചക്കറിയും ഇതേപോലെ ഫ്രോസൺ ആണ്. കണ്ട ബീൻസും പിന്നെ നമ്മുടെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഞാനിവിടെ പപ്പടമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോറിൻ്റെ കൂടെ കണ്ടേ, ഇടയ്ക്കുള്ളൂ, എപ്പോഴും ഇല്ല, എപ്പോഴും നല്ലതല്ല. ഈ റെഡ് പാപ്രിക്ക ചിപ്സ് കണ്ടോ, ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പം അതും ഞാൻ ഒന്ന് മേടിച്ചു. ഇവിടുന്ന് ഞാൻ ചെറിയൊരു വൈൻ മേടിക്കാന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടുത്തെ ഇല്ലേ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഇതേപോലെ ആൽക്കഹോൾ അവൈലബിൾ ആണ്. അതുമാത്രമല്ല 9 മണിക്ക് ശേഷം ഇത് എടുക്കാൻ പറ്റൂല. അപ്പൊ ഇപ്പൊ 9 മണി ആവാറായി. അപ്പൊ പെട്ടെന്ന് ഒരു വൈൻ മേടിക്കണം. ഞാൻ സാധാരണ മിക്ക വൈനും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ എനിക്ക് ട്രൈ ചെയ്യാം നെക്സ്റ്റ് ടൈം. ഞാൻ എടുക്കാൻ പോകുന്ന വൈൻ ഇതാണ്, സ്ലാഡ്കി. അപ്പം ഇത് കുറച്ച് മധുരമുള്ള ഒരു വൈനാണ്, സ്ലാഡ്കി റിപ്പോഷ്ക്ക്. പൊട്ടല്ലേ? യെസ്. പിന്നെ ഏറ്റവും ഗേൾസിന് ആവശ്യമുള്ള ഒരു സാധനമാണ് ട്രാവലിങ്ങിന് പാഡ്. അപ്പം ഞാൻ വെച്ചപ്പോൾ പാഡും കൂടെ എടുക്കാൻ അവിടുന്ന് ട്രാവലിങ്ങിന്. പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു സാധനമാണ് ടിഷ്യൂസ്. അങ്ങനെ ഞാൻ ഒരു പാക്കറ്റ് ടിഷ്യൂ എടുക്കുന്നുണ്ട്, കണ്ടില്ല. അപ്പം ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ അവിടെ പോയിട്ടാണ് ബില്ല് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ ബില്ല് ചെയ്ത് കഴിഞ്ഞു.
ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ സാധനമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവാണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, അങ്ങനെ എൻ്റെ ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു. അത് കഴിഞ്ഞു ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.